blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇത് 501 എപ്പിസോഡാണ്. ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. സ്പോൺസർ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ള ചെന്നൈയിൽ നിന്നും അഡ്വക്കേറ്റ് ബാബുജി ജേക്കബ്, അദ്ദേഹത്തിന് കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അദ്ദേഹം ബ്ലെസ്സിങ് ടുഡേ ഓഫീസിലേക്ക് എഴുതി അയച്ച ഒരു പ്രത്യേക ലെറ്റർ, പ്രൈസ് റിപ്പോർട്ട് ഉണ്ട്. അതൊന്ന് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കാം. 2011 നവംബർ മാസം 22 ഞങ്ങൾ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. അന്നത്തെ പ്രാർത്ഥനയിൽ ബ്രദർ ഡാമിയൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുമായി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ അനുഗ്രഹങ്ങളിൽ ചിലത് ആണ് താഴെ പറയുന്നത്. ഞങ്ങളുടെ മൂത്ത മകൾക്ക് ചില വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു പെൺകുഞ്ഞ് ജനിച്ചു. രണ്ടാമത്തെ അനുഗ്രഹം, വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ 2 പെൺമക്കളും അവരുടെ ജോലിയിൽ അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിധത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചു. ഇങ്ങ് ഇന്ത്യയിൽ ഞങ്ങളും അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. ഞങ്ങൾ ഉപയോഗിക്കാതിരുന്നൊരു സ്ഥലം പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന വിലയ്ക്ക്, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിൽക്കുവാൻ സാധിച്ചു. ചെന്നൈയിലുള്ള ഞങ്ങളെയും കൂടാതെ ടൊറൻറ്റോയിലുള്ള ഞങ്ങളുടെ മകളെയും അവളുടെ ഭർത്താവിനെയും നേരിൽ കണ്ട് പ്രാർത്ഥിച്ചതിന് ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ഷെമ ഡാമിയനോടും നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രത്യേകിച്ചും ഞങ്ങളുടെ കൊച്ചുമകൾ പുന്നാര ഇഷാമോൾ, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദൈവം അവർക്ക് നൽകിയ പുന്നാരമോൾ ഇഷാമോൾ ഈ ഭൗതിക ലോകത്തിൽ ദൈവ പൈതലായി വളരുവാനായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ അഡ്വക്കേറ്റ് ബാബുജി ജേക്കബ് ആൻഡ് ഫാമിലി. നമുക്ക് ഒരുമിച്ച് അവർ വീണ്ടും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുകയാണ്. ആദ്യത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ശേഷം ലഭിച്ച ഒത്തിരി വിടുതലുകൾ, യേശു നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ കത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് അഡ്വക്കേറ്റ് ബാബുജിക്കായും ഫാമിലിക്കായും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷം കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വലുതാണല്ലോ. അതിനേക്കാൾ വലുത് ഈ ഒരു വർഷം, ഈ ഒരു പുതിയ വർഷത്തിൽ കർത്താവ് ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബെൻസി ആൻറ്റിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബെനീറ്റയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബോബിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കുടുംബങ്ങളെ കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇഷാമോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അവർ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ലാതെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങൾ പോലും കർത്താവ് സാധിപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബാബുജി അങ്കിൾ ഫോർ സ്പോൺസറിങ് അഗെയിൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യുവർ ഫാമിലി ട്രീ. മേ യു ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ടു ദ ഹോൾ വേൾഡ്. ഇന്നലെ നിങ്ങൾ കേട്ട് തുടങ്ങിയ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്ന ആ ക്രിസ്മസ് സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അതിനുശേഷം ബൈബിൾ ആൻഡ് യു, അതിൻ്റെ അടുത്ത റൗണ്ട് എങ്ങനെ നടന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളൊരു നോട്ട്ബുക്കൊക്കെ ആയിട്ടിരിക്കണം. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് കുറിച്ചെടുത്ത് അതിലൂടെയും ദൈവവചനം കൂടുതൽ ഗ്രഹിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Matthew chapter 7 and verse number 11. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം. God says, if you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give good gifts to those who ask him? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. Amen. Amen. Meaning he will give his precious gifts to us. അതിന്റെ അർത്ഥം ഇതാണ്, അവൻ വിലയേറിയ നന്മകളെ അല്ലെങ്കിൽ ദാനങ്ങളെ നമുക്ക് വേണ്ടി നൽകുന്നു. The greatest gift the Father gave us, gave to the world of sinners,
is his own beloved son, his own unique son, his own only begotten son, Jesus Christ. നിങ്ങൾക്കറിയാമോ, പിതാവാം ദൈവം നൽകിയതിൽ വെച്ച് ഈ ലോകത്തിലെ മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് തന്റെ പുത്രനായ ക്രിസ്തു യേശുവിനെ തന്നെയായിരുന്നു. God said, I have only one son, but I'm sending my one son to redeem you, to save you. ദൈവം പറയുകയാണ്, എനിക്ക് ഒരു മകനേയുള്ളൂ, ഏകജാതനായ പുത്രൻ. എന്നാൽ ആ ഒരൊറ്റ മകനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയാണ്. Will we send like that? നാം അങ്ങനെ അയക്കുമോ? When Jesus came to this world, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he is the greatest gift. അവൻ തന്നെ ഒരു വലിയ സമ്മാനമായിരുന്നു. Romans 8:32 says, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ൽ പറയുന്നു, along with his son, he gives us everything that we need. ഓ, നമുക്ക് ആവശ്യമുള്ള സകല നന്മയെയും തന്റെ പുത്രനോടൊപ്പം അവൻ നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. If God was ready to give his only son, will he not give you anything that you need in your life? അവിടെ ഇങ്ങനെയാണ് വായിക്കുക, തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച കർത്താവ് അവനോടൊപ്പം സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? Along with Jesus came peace into this world. യേശുവിനോടൊപ്പം ദൈവത്തിന്റെ നന്മയ സമാധാനവും ഈ ലോകത്തിലേക്ക് വന്നു. Along with Jesus came joy into this world. അതുകൊണ്ട് യേശുവിനോടൊപ്പം ദൈവത്തിന്റെ സന്തോഷവും ഈ ഭൂമണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നു. That's why we sing joy to the world, because joy came through Jesus into this world. അതുകൊണ്ടാണ് ക്രിസ്മസ് സീസണിൽ ജോയ് ടു ദ വേൾഡ് എന്ന് പറയുന്ന ഗാനം ഇതുപോലെ സന്തോഷമായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. Along with Jesus came all kinds of miracles into this world. അതുമാത്രമല്ല, യേശുവിനോടൊപ്പം എല്ലാ തരത്തിലുമുള്ള അത്ഭുതങ്ങളും ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. When Jesus came, he brought peace into this world. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ സമാധാനത്തെ ഈ ലോകത്തേക്ക് He brought കൊണ്ടുവന്നു. reconciliation with the Father to this world. ഇന്ന് രാത്രിയിൽ ഓർക്കുക, ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിന്റെ ശുശ്രൂഷ അവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. Can I tell one more story? ഞാൻ ഒരു കഥ കൂടെ നിങ്ങളോട് പറയട്ടെ. This is taken from human history. ഇത് മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. This happened at 1914 Christmas. ഇത് സംഭവിച്ചത് 1914 ഒരു ക്രിസ്മസ് ദിനത്തിലാണ്. You know the speciality of 1914? 1914 പ്രത്യേകത എന്തെന്നറിയാമോ? Tell me. First World War started. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയ വർഷമാണ്. During that season, Germany had conquered France. ആ സമയത്താണ് ജർമ്മനി ഫ്രാൻസിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത്. And the British and Allies came trying to fight them off from France. അതുമാത്രമല്ല, ബ്രിട്ടീഷും സഖ്യകക്ഷികളും അന്ന് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. They were fighting and fighting and fighting. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പര യുദ്ധങ്ങൾ നടക്കാൻ തുടങ്ങി. That's the time Christmas came. ആ സമയത്താണ് ക്രിസ്മസ് ദിനമുണ്ടായത്. They wanted to celebrate Christmas. ഈ യുദ്ധം നടക്കുന്നതിനിടയിലും അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ഒരു താല്പര്യം So തോന്നി. two armies, one side and that side. അങ്ങനെ ഇപ്പോൾ രണ്ട് സൈന്യങ്ങളാണ്, ഒരു സൈഡിൽ ഒരു സൈന്യം, മറ്റേ ഭാഗത്ത് മറു സൈന്യം. Between them there was a vast expanse of land, no man's land. ഇതിനിടയിൽ ഒരു വലിയ ഒരു ഭൂമി ഉണ്ടായിരുന്നു, ആരുടെയും കുത്തകയല്ലാത്ത ഒരു ഭൂമി. On the Christmas Eve, the Germans, they started singing carols. അന്ന് ആ ക്രിസ്മസ് രാത്രിയിൽ ജർമ്മനിയിലുള്ള തലേ ദിവസം രാത്രിയിൽ ജർമ്മനിയിലുള്ള പടയാളികളെല്ലാം ചേർന്ന് അവർ ക്രിസ്മസ് കാരൽസ് പാടാൻ തുടങ്ങി. And the Germans shouted, "You no shoot, we no shoot." Meaning, we are not going to shoot anymore, you should not also shoot. അവർ ഉറക്കെ പറഞ്ഞ് ശബ്ദമുയർത്തി പറഞ്ഞത്, നിങ്ങൾ യുദ്ധം ചെയ്യരുത്, ഞങ്ങളും യുദ്ധം ചെയ്യുകയില്ല എന്നായിരുന്നു. So when the Germans started celebrating Christmas, the other people, the Britishers, they also wanted to celebrate Christmas. ഇപ്പോഴത്തെ ജർമ്മൻ പടയാളികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ബ്രിട്ടീഷ് പടയാളികൾക്കും ക്രിസ്മസ് ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹം മൂത്തു. Then finally they said, why don't we celebrate Christmas together? കുറെ
കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും നിന്ന് ആഘോഷിക്കുന്നതിനേക്കാൾ ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ഒന്ന് ആഘോഷിച്ചാൽ എന്താ. So both of them came together to the no man's land. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും കുത്തകയല്ലാത്ത ആ പൊതു സ്ഥലത്ത് വന്നിട്ട് രണ്ട് രാജ്യത്തിന്റെ പടയാളികൾ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. The Christmas celebration was going on. They had Christmas trees and they played football together. A lot of merrymaking and a lot of celebration. അങ്ങനെ ഇവർ രണ്ട് കൂട്ടരും കൂടെ ചേർന്നിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു. അവർക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, അതുപോലെ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒത്തിരി ഇതുപോലെ സന്തോഷത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ മത്സരങ്ങളും എല്ലാം അവർ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. They exchanged the enemies. They exchanged gifts, chocolates and so many things. അങ്ങനെ ശത്രുക്കൾക്ക് പോലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ്സും സമ്മാനങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. Not only that, during the celebration they talked a lot. The enemies talked a lot about their country, about their families and sorrows and so many things. അതുമാത്രമല്ല ആ ക്രിസ്മസ് രാത്രിയിൽ അന്ന് അവർ ആ പടയാളികൾ രണ്ട് ശത്രുപക്ഷത്തെ പടയാളികൾ തമ്മിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു, അവരുടെ രാജ്യത്തിലെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, അവരുടെ വീട്ടുകാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഒത്തിരി പരസ്പരം സംസാരിക്കാനുള്ള ഒരു വലിയൊരു കൂടിക്കാഴ്ചയുടെ വേദിയായി ആ രാത്രി മാറി. Christmas was over. ക്രിസ്മസ് കഴിഞ്ഞു. Celebration was over. ആഘോഷങ്ങളും തീർന്നു. Now they have to go to their own sides. ഇപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലേക്ക്, രണ്ട് യുദ്ധമുഖങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. But during the celebration something had happened. എന്നാൽ അന്ന് ആ ആഘോഷ തിമിർപ്പിനിടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. They did not want to separate themselves. They had been bonded like that. അവർ ഒരുമിച്ച് അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്നത് കൊണ്ട്, ഒരു നല്ല ബന്ധത്തിലായി കഴിഞ്ഞതുകൊണ്ട് പരസ്പരം പിന്മാറുവാൻ അല്ലെങ്കിൽ വേർപിരിഞ്ഞിരിക്കാൻ അവർ പിന്നീട് ആഗ്രഹിച്ചില്ല. When they were going to their sides, they said, when the time to fire comes, we will shoot into the sky. അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരിങ്ങനൊരു തീരുമാനം വന്നു. ഫയർ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഹ്വാനം മുകളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങളെ നോക്കി നേരെയല്ല ഞങ്ങൾ വെടിയുതിർക്കുന്നത്, ഞങ്ങൾ ആകാശത്തെ നോക്കി വെടിയുതിർക്കും. The next day onwards, when the time of firing came, they all started firing into the sky. മുകളിൽ അങ്ങനെ അവരുടെ മുകളിലുള്ള ആളുകൾ വെടിയുതിർക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം നൽകിയപ്പോൾ പടയാളികൾ ചെയ്തത് പരസ്പരം വെടിയുതിർക്കുകയല്ല ചെയ്തത്, മറിച്ച് ആകാശത്തേക്ക് നോക്കി നിറയൊഴിക്കുകയാണ് ഉണ്ടായത്. For the next 6 months this continued. അങ്ങനെ അടുത്ത 6 മാസങ്ങളിൽ രണ്ട് രാജ്യങ്ങളിലെയും പടയാളികൾ ഈ പ്രക്രിയ തുടർന്നു. Then after 6 months the senior officers, the generals came to know about this. 6 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ സീനിയർ ഓഫീസർ, അവരുടെ ജനറൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. Do you know what they did? അവരെന്താണ് ചെയ്തതെന്നറിയാമോ? They withdrew all the captains and all the soldiers in the high rank there and exchanged with some others. അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഹൈ ഒഫീഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് മറ്റു പലരെയും ആ സ്ഥലത്തേക്ക് നിയമിച്ചു. Then they started fighting. അപ്പോൾ അവർ വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. What do you understand? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? Christmas brings reconciliation and peace. ക്രിസ്മസ് എന്നുള്ളത് ദൈവത്തിന്റെ നിരപ്പിനെയും സമാധാനത്തെയും ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. Hallelujah. Hallelujah. So many years this was not known to anyone in the world. ഒത്തിരി This story. ഈ കഥ ഒത്തിരി വർഷങ്ങളായി ആർക്കും തന്നെ അറിയപ്പെടാതിരുന്ന ഒരു കഥയായിരുന്നു. But somebody who was there in the war wrote a poem about it. എന്നാൽ അന്ന് ആ കാലത്ത് യുദ്ധമുഖത്തുണ്ടായിരുന്ന ഒരു വ്യക്തി തന്റെ കവിതയിൽ ഈ വരികൾ കുറിച്ചിട്ടു. That's how we came to know about this story. അങ്ങനെയാണ് ഈ കഥ മറ്റു പുറത്തുള്ള നമുക്കെല്ലാവർക്കും അറിയാനായി സാധിച്ചത്. But the real Christmas, you know, is the story of reconciliation between the sinful man and the holy God. അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്മസ് എന്നുള്ളത് പാപിയായിട്ടുള്ള മനുഷ്യനും പരിശുദ്ധനായ ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാണ്. Hallelujah. Hallelujah.
Welcome to Blessing Today, Bible and You Mega Contest. അടുത്ത റൗണ്ട് ഓഡിയോ റൗണ്ടാണ്. ബൈബിളിലെ ചില വാക്യങ്ങൾ നിങ്ങളിപ്പോൾ കേൾക്കും. ആ കേട്ട വാക്യം ഏത് സുവിശേഷത്തിൽ നിന്നും ഏത് അധ്യായത്തിൽ ഏത് വാക്യമാണെന്ന് പറയണം. സുവിശേഷം, അധ്യായം, വാക്യം. കൃത്യമായ ബൈബിൾ റെഫറൻസ് പറയണം. ഇതിൽ ഹാഫ് മാർക്കുകളില്ല. 10 സെക്കൻഡുകൾ നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായ ഉത്തരം പറഞ്ഞാൽ 50 മാർക്ക് ലഭിക്കും. ഒരാൾക്ക് ഒരു അവസരമേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം ബ്രദർ ജോണിനോടാണ്. നമുക്ക് കേൾക്കാം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഉത്തരം അറിയില്ല, സമയവും കഴിഞ്ഞു പോയി. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ള വാക്യം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. അടുത്ത അവസരം സിസ്റ്റർ ജിഷയ്ക്കാണ്. ഓഡിയോ ശ്രവിക്കാം. ക്ഷീണിതരും അധ്വാനിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. മത്തായി 11:28. യെസ്, വളരെ ശരിയായ ഉത്തരമാണ്. 50 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം റെജീനയോടാണ്. ഓഡിയോ ശ്രവിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. മത്തായി 28:23. തെറ്റായ ഉത്തരമാണ്. മത്തായി 28:18 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം പ്രിയയോടാണ്. ഓഡിയോ ശ്രവിക്കാം. Give, and it will be given to you. A good measure, pressed down, shaken together, and running over will be poured into your lap. For with the measure you use, it will be measured to you. Matthew 5:23. തെറ്റാണ്. ഉത്തരം തെറ്റാണ്. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ലൊരു അളവ് നിങ്ങളുടെ മടിയിൽ നൽകും എന്നുള്ള വചനം അത് ലൂക്കോസ് 6-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. അടുത്ത ചോദ്യം ആന്റണിയോടാണ്. ഓഡിയോ ശ്രവിക്കാം. ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. മത്തായി 17-ാം അധ്യായം. ഉത്തരം തെറ്റാണ്. ലൂക്കോസ് 18-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. ഇപ്പോൾ നാം 2 റൗണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. ആദ്യത്തേത് ടോപ്പിക്കൽ റൗണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞത് ഓഡിയോ റൗണ്ടാണ്. ആ 2 റൗണ്ടിന്റെയും ടോട്ടൽ മാർക്കാണ് ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതിൽ റെജീനയ്ക്ക് ടോട്ടൽ 75 മാർക്കായി, കഴിഞ്ഞ റൗണ്ടിലെ മാർക്ക് തന്നെ. ജിഷയ്ക്ക് 95 മാർക്ക്, ബ്രദർ ജോണിന് 70 മാർക്ക്, ആന്റണിക്ക് 85 മാർക്ക്, പ്രിയയ്ക്ക് 100 മാർക്ക്. ഈ റൗണ്ടിൽ സിസ്റ്റർ ജിഷ മാത്രമാണ് പോയിന്റോടുകൂടി മുന്നേറിയിട്ടുള്ളത്. അടുത്ത റൗണ്ട് കമ്പാരിസൺ റൗണ്ടാണ്. താരതമ്യം. 4 സുവിശേഷങ്ങളിലും യേശുവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സുവിശേഷകന്മാർ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ കൂടിയും കുറഞ്ഞും ഒഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ആ വ്യത്യാസം കണ്ടെത്തുന്ന റൗണ്ടാണ് കമ്പാരിസൺ റൗണ്ട്. ഇതിന് മാർക്ക് നൽകുന്നത് ഒരു ചോദ്യമായിരിക്കും ഒരു വ്യക്തിയോട് ചോദിക്കുന്നത്. ഇതിന് ഒരു ചോദ്യത്തിന് 100 മാർക്കാണ് ശരിയായ ഉത്തരത്തിന് ലഭിക്കുന്നത്. എന്നാൽ ആ ഉത്തരം വളരെ കൃത്യമല്ലെങ്കിൽ, എന്നാൽ ഏകദേശം ശരിയുമാണ്, വളരെ കൃത്യമല്ലെങ്കിൽ 30 മാർക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ചോദ്യം പ്രിയയോടാണ്. മൈ ഹൗസ് വിൽ ബി കോൾഡ് എ ഹൗസ് ഓഫ് പ്രയർ, ബട്ട് യു ആർ മേക്കിംഗ് ഇറ്റ് എ ഡെൻ ഓഫ് റോബേഴ്സ്. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് മേഡ് ബൈ ജീസസ് ഡ്യൂറിംഗ് ദ ടെമ്പിൾ ക്ലെൻസിംഗ് ആസ് റെക്കോർഡഡ് ഇൻ Matthew 21, Mark 11 and Luke 19. But when John records this incident, there is a difference in the statement made by Jesus. State the difference. You have made it a den of robbers. സുവിശേഷത്തിലുള്ളതാണ്. അത് ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സുവിശേഷത്തിലുള്ളതാണ്. ഉത്തരം തെറ്റിപ്പോയി. ക്വസ്റ്റ്യനിലുള്ള കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്. ഹൗ ഡെയർ യു ടേൺ മൈ ഫാദേഴ്സ് ഹൗസ് ഇൻ ടു എ മാർക്കറ്റ്. ജോണിൽ, അതായത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും,
നിങ്ങളോ അത് കള്ളന്മാരുടെ ഗുഹയായി തീർത്തിരിക്കുന്നു എന്നാണ് മറ്റ് 3 സുവിശേഷങ്ങളും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പം വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചത്. അതിപ്രകാരമാണ്: നിങ്ങൾ അതൊരു ചന്തസ്ഥലമായി പഴയ അല്ലെങ്കിൽ ഒരു വാണിഭ സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതവിടെ മിസ്സായിപ്പോയി. റോങ് ആൻസർ. അടുത്ത ചോദ്യം ആന്റണിയോടാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും മർക്കോസ് 5-ാം അധ്യായത്തിലും പുതിയ വീഞ്ഞിനെയും പഴയ തുരുത്തിയെയും കുറിച്ച് യേശു പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം പ്രത്യേകമായ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ യേശു എടുത്തു പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ഒരു വാക്യം കൂടിയുണ്ട്. എന്താണത്? പഴയ വീഞ്ഞ് കുടിച്ച ശേഷം ആരും പുതിയ വീഞ്ഞ് വേഗം അന്വേഷിക്കുന്നില്ല. ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കാറുണ്ടായിരുന്നു. പഴയത് ഏറെ നല്ലത് എന്ന് പറയും. അത് മിസ് ചെയ്തു പോയി. ശരിയായ ഉത്തരം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. പഴയ വീഞ്ഞ് കുടിച്ചതിന് ശേഷം ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല. പഴയത് ഏറെ നല്ലതെന്ന് പറയും. അതിൽ ആ 3-ാമത്തെ ഒരു ഭാഗമാണ് ആന്റണിക്ക് മിസ്സായി പോയത്. അതുകൊണ്ട് 30 പോയിന്റ് നൽകുന്നു. ചോദ്യം ബ്രദർ ജോണിനോടാണ്. യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലും മർക്കോസ് 15-ാം അധ്യായത്തിലും ലൂക്കോസ് 23-ാം അധ്യായത്തിലും അതുപോലെ യോഹന്നാൻ 19-ാം അധ്യായത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ സങ്കീർത്തനം 22-ലെ ഒരു തിരുവെഴുത്ത് നിവൃത്തിയായെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ആ തിരുവെഴുത്ത് എന്താണ്? സമയം കഴിഞ്ഞു പോയി. അതിപ്രകാരമാണ്: എന്റെ വസ്ത്രങ്ങൾ അവർ വീതിച്ചെടുത്തു, എന്റെ അങ്കി കയച്ചിട്ടിട്ടു. ഈ ഒരു തിരുവെഴുത്താണ് സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിന്ന് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം ജിഷയോടാണ്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മത്തായി 14-ാം അധ്യായം, മർക്കോസ് 6-ാം അധ്യായം, ലൂക്കോസ് 9-ാം അധ്യായം, യോഹന്നാൻ 6-ാം അധ്യായം. ഇങ്ങനെ 4 സുവിശേഷങ്ങളും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഒരാളെ പരീക്ഷിക്കുവാനായി ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിക്കുന്നുണ്ട്. യേശു അയാളെ പരീക്ഷിക്കുവാനായി ചോദിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. ഈ ചോദ്യത്തിന് അയാൾ നൽകിയ മറുപടി എന്തായിരുന്നു? 200 പണത്തിന് അപ്പം വാങ്ങിയാൽ തികയുമോ? ഫിലിപ്പോസിനോടാണ് ചോദിച്ചത്. ഉത്തരം ക്ലിയർ അല്ല. ഭാഗികമായി ശരിയാണ്, എന്നാൽ മറ്റേ ഭാഗം തെറ്റുമാണ്. എന്നാൽ ശരിയായ ഉത്തരം ഞാനിതാ പറയുന്നു. ഓരോരുത്തർക്കും ഒരു ചെറിയ കഷ്ണമെങ്കിലും കിട്ടണമെങ്കിൽ 200 പണത്തിന് അപ്പം മതിയാകുകയില്ല. ഇത് പറഞ്ഞത് യേശു ഈ ചോദ്യം ചോദിച്ച ഫിലിപ്പോസിനോടാണ്. ഫിലിപ്പോസാണ് ഈ മറുപടി നൽകിയത്. ഭാഗികമായി മാത്രം ശരിയായതുകൊണ്ട് 30 പോയിന്റ് നൽകുന്നു. അടുത്ത ചോദ്യം റെജീനയോടാണ്. യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പരീക്ഷണങ്ങളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ 1-ാമത്തെ പ്രലോഭനത്തിൽ യേശുവിന്റെ മറുപടിയിൽ പ്രകടമായൊരു വ്യത്യാസം കാണാം. എന്താണത്? മത്തായിയുടെ സുവിശേഷത്തിൽ ഉത്തരം അറിയില്ല. ഉത്തരം പറയാൻ സാധിച്ചില്ല. അത് ഇപ്രകാരമാണ് മത്തായിയിൽ എഴുതിയിരിക്കുന്നത്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അത്രേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ മത്തായിൽ കുറച്ചുകൂടി വിശദമായി എഴുതിയിട്ടുണ്ട്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. അതായിരുന്നു ആ വ്യത്യാസം. ഇപ്പോൾ 3 റൗണ്ടുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. 3-ാമത്തെ റൗണ്ട് കമ്പാരിസൺ റൗണ്ടായിരുന്നു, താരതമ്യം ചെയ്യുന്ന റൗണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഇതുവരെയുള്ള മൊത്തം മാർക്കുകൾ ഞാൻ അനൗൺസ് ചെയ്യുന്നു. റെജീനയ്ക്ക് 75 മാർക്ക്, സിസ്റ്റർ ജിഷയ്ക്ക് 125, ബ്രദർ ജോണിന് 70 മാർക്ക്, ആന്റണിക്ക് 115, പ്രിയയ്ക്ക് 100 മാർക്ക്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരുപക്ഷെ ഒരു ഹോളിഡേ മൂഡിലും ക്രിസ്മസിൻ്റെ ആ സീസണിലും അവധിയിലൊക്കെ ആയിരിക്കും. എന്നാൽ നമുക്ക് ഈ സമയത്ത് ഹൃദയം ഏകാഗ്രമാക്കി യേശുവിനോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇന്ന് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൈമുട്ടിന്
പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് വലിയ സീവിയർ പെയിൻ, ഒരു കൈമുട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ കൈ കൊണ്ട് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ചിറകുടിഞ്ഞ പക്ഷിയെ പോലെയാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഗോയിറ്റർ സൗഖ്യമാകട്ടെ. തൈറോയ്ഡ് പ്രോബ്ലംസ് മാറിപ്പോകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വായിലേക്ക് എന്തോ ഒരു സ്രവം ഗ്ലാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു വല്ലാത്ത ടേസ്റ്റും ഒക്കെ ആയിട്ട് വായിലെപ്പോഴും ഒരു പ്രത്യേക ചുവയുള്ള വെള്ളം നിറഞ്ഞ് തുപ്പിയിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് കുഞ്ഞുങ്ങളെ നൽകുമാറാകണമേ. താങ്ക് യു ലോർഡ്. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. മുട്ടുചിരട്ടയ്ക്ക് പ്രയാസം വന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. എക്സ്ട്രാ ഗ്രോത്തുകൾ, മുഴകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. ദൈവിക വിടുതലുകൾ ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അങ്ങ് പകരുന്നതിനായി നന്ദി പറയുന്നു. നട്ടലിലെ ക്യാൻസർ സൗഖ്യമാകട്ടെ. മജ്ജയ്ക്കകത്തുള്ള ചില ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. തലയോട്ടിയിലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ ഡിസീസുകൾ മാറട്ടെ. കരളിലെ രോഗങ്ങൾ മാറട്ടെ. കിഡ്നി സൗഖ്യമാകട്ടെ. കർത്താവെ, വലിയ വിടുതലുകൾ അങ്ങ് നൽകുന്നതിനായി നന്ദി പറയും, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ സന്ദേശം നാളെയും തുടരുന്നതായിരിക്കും. മാത്രമല്ല, ബൈബിൾ ആൻഡ് യു മെഗാ കോൺടെസ്റ്റിൻ്റെ അടുത്ത റൗണ്ട് നിങ്ങൾക്ക് നാളെ തുടർന്ന് കേൾക്കാൻ കഴിയും. ഈ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ അവാർഡ് നൽകപ്പെടുന്നത്. ഓരോ റൗണ്ടുകളും കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കൂടുതൽ വചനം പഠിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.